ശാന്തമായി ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. സ്തുതിക്കാനായിട്ട് നമുക്ക് സമയം, ആ സമയം സ്തുതിക്കുക. ഇപ്പോൾ ശാന്തമായി ദൈവസന്നിധിയിൽ ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം റാഹേലിനെ ഓർത്തു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. ദൈവം റാഹേലിനെ ഓർത്തു. അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭാശയം തുറന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറ്റുന്നു. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. ദൈവവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ ദൈവത്തിന്റെ കൂടെയാണ്. എന്നോട് കൂടെ എൻ്റെ കർത്താവ് ഉണ്ട് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ കർത്താവിനോടൊരു ബന്ധം സ്ഥാപിക്കുവാൻ, ഈ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ഇന്ന് പകൽ എത്ര പേര് ആഗ്രഹിക്കുന്നു? എന്റെ കർത്താവേ, എനിക്ക് അങ്ങയോട് ചേർന്നിരിക്കണം, എനിക്ക് അങ്ങയോട് ചേർന്ന് നടക്കണം, എനിക്ക് അങ്ങയോട് ചേർന്ന് ബിസിനസ് ചെയ്യണം, എനിക്ക് അങ്ങയോട് ചേർന്ന് നല്ലൊരു കുടുംബ ജീവിതം നയിക്കണം, എനിക്ക് അങ്ങയോട് ചേർന്ന് ജോലി ചെയ്യണം എന്നെത്ര പേര് ആഗ്രഹിക്കുന്നു? അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടും. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. കട്ടപിടിക്കാത്തൊരു രക്തമുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തമാണ്. 2024 വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിനു വേണ്ടി, മാനവരാശിക്ക് വേണ്ടി കാൽവറിയിൽ ചിന്തിയ രക്തം. ആ രക്തത്തിൽ ആശ്രയം വെച്ച് ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ടും. ആ രക്തത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുന്നവനെ അവിടുന്ന് അനുഗ്രഹിക്കും. ആ രക്തത്തിന്റെ സംരക്ഷണം അവന് ലഭിക്കും. ആ രക്തത്തിന്റെ ജയം അവന്റെ മേൽ കടന്നു വരും. ആഹാബിന്റെ രഥത്തിന്റെ മുന്നിൽ ഓടിക്കയറുവാൻ ഏലിയാവിന്റെ കാലുകൾക്ക് ശക്തി പകർന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ കാലുകൾക്ക് ശക്തി പകരുവാൻ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ശക്തി പകരുവാൻ ദൈവം സന്നദ്ധനായി നിൽക്കുന്നു. ഇന്നു പകൽ ചിലതിന്റെ മുന്നിൽ ഓടിക്കയറുവാനുള്ള ശക്തി, ഇന്നു പകൽ ചിലതിന്റെ മുൻപിൽ ഓടിക്കയറുവാനുള്ള ശക്തി ദൈവം എന്റെ മേൽ പകരുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്ന് ഈ മണിക്കൂറിൽ നമുക്ക് ഇവിടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരത്തില്, അതേ നമ്മുടെ മുമ്പില്, നമ്മുടെ പിൻപില്, നമ്മുടെ ഇടത്ത് വലത്ത് ഒക്കെ നിൽക്കുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പല കാരണങ്ങളാൽ കടന്നു വരുവാൻ കഴിഞ്ഞില്ല. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുണ്ട്, അവരെ ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ മീറ്റിംഗ് നടക്കുവാൻ തക്കവണ്ണം ഈ ഭവനം ഒരുക്കി തന്നല്ലോ. ഈ ഭവനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ, ആമേൻ, അവരുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ മധ്യാഹ്നം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ, ഈ മണിക്കൂർ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നു പകൽ ദൈവത്തിന്റെ പ്രവൃത്തി, ഇന്നു പകൽ ദൈവശക്തി ഇവിടെ വ്യാപരിക്കാൻ പോവുകയാണ്.
പല ഭയങ്ങള് പല രീതിയിൽ ഭയം നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ഇന്നെല്ലാ ഭയവും നമ്മളെ വിട്ടുപോകണം. ഇന്നെല്ലാ ഭയവും നമ്മളെ വിട്ടുപോകണം. എല്ലാ ആകുലതകളും നമ്മളെ വിട്ടുപോകണം. എല്ലാ ഉത്കണ്ഠകളും നമ്മളെ വിട്ടുപോകണം. എല്ലാ പ്രയാസങ്ങളും നമ്മളെ വിട്ടുപോകണം. അതിനായിട്ട് ദൈവകരത്തിൽ കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ചിലതിന്റെ മുൻപിൽ ഓടിക്കയറുവാനുള്ള ശക്തി ഇന്നു പകൽ നിന്റെ മേൽ ദൈവം പകരും. അതെ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ഞാൻ ചിലത് പ്രാപിച്ചിട്ടേ കടന്നു പോകത്തുള്ളൂ. എത്ര പേര് പറയും ഹൃദയത്തിൽ, ഇന്നു പകൽ ഞാൻ ഇവിടുന്ന് ചിലത് നേടിയിട്ടെ, ഞാൻ ഇവിടുന്ന് ചിലത് പ്രാപിച്ചിട്ടെ, ഞാൻ ഇവിടുന്ന് ചിലത് സ്വന്തമാക്കിയിട്ടേ കടന്നു പോകത്തുള്ളൂ. അതേ, യാക്കോബ് കടവിൽ യാബോക്ക് കടവിൽ നിന്നുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഹൃദയത്തിൽ പറഞ്ഞാട്ട്, ഞാൻ ഇവിടെ നിന്ന് ചിലത് പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ ഇന്ന് പകൽ ഇവിടെ നിന്ന് ചിലത് പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. അതെ, ആഹാബിന്റെ രഥത്തിന്റെ മുന്നിൽ ഓടിക്കയറുവാൻ ചിലതിനെയൊക്കെ പിന്നിലാക്കിയിട്ട് എനിക്ക് ഓടിക്കയറണം. അതിനുവേണ്ടി ഞാൻ ഇന്ന് ചിലത് ഇവിടുന്ന് പ്രാപിക്കും. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് ചിലത് പ്രാപിക്കും. അതെ, ഇന്ന് പകൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചാട്ട്, ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചാട്ട് ചില കാറ്റുകൾ വിടുതലുമായി വരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? പാളയത്തിലേക്ക്, ഇസ്രായേലിന്റെ പാളയത്തിലേക്ക് ഒരു കാറ്റടിച്ചു. അവർക്ക് കൈ ഉയർത്തി പിടിക്കാവുന്ന പൊക്കത്തിൽ കാടപ്പക്ഷി നിറഞ്ഞു. 2 വയസ്സുള്ള കുഞ്ഞിന് കൈ ഉയർത്തി പിടിക്കാൻ പറ്റുന്ന പൊക്കത്തിൽ 5 വയസ്സുള്ളവന്, 10 വയസ്സുള്ളവന്, 50 വയസ്സുള്ളവന്, 75 വയസ്സുള്ളവന് കൈ ഉയർത്തി പിടിക്കാവുന്ന പൊക്കത്തിൽ നന്മകൾ കൊണ്ട് നിറഞ്ഞു. ഇന്നു പകൽ ഈ മീറ്റിംഗിലേക്ക് ചില കാറ്റുകൾ വിടുതലുകളുമായിട്ട് വരികയാണ്. ചില കാറ്റുകൾ വിടുതലുമായി വരുന്നു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എത്ര പേര് ഇത് ഏറ്റെടുക്കും? എനിക്ക് വേണ്ടി ഒരു കാറ്റടിക്കും, ഞാനത് പ്രാപിക്കും, ഞാനത് അനുഭവിക്കും. ഇന്ന് പ്രാപിക്കാതെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങി പോകത്തില്ല. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഈ കാറ്റടിക്കുന്ന സമയത്ത് വിടുതലുകൾ പ്രാപിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിത പങ്കാളിയെ ഒന്ന് ഏൽപ്പിക്കാം, നമ്മുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഒന്ന് ഏൽപ്പിക്കാം, നമ്മുടെ സാഹചര്യങ്ങളെ ഒന്ന് ഏൽപ്പിക്കാം. പല രോഗങ്ങൾ നമ്മളെ കാർന്നു തിന്നുകയാണ്. തലവേദന ആയിക്കൊള്ളട്ടെ, കണ്ണിന് വേദന ആയിക്കൊള്ളട്ടെ, ചെവിക്ക് വേദന ആയിക്കൊള്ളട്ടെ, വിട്ടുമാറാത്ത തുമ്മലായിക്കൊള്ളട്ടെ, അലർജി ആയിക്കൊള്ളട്ടെ, നടുവിന്റെ വേദന, ഡിസ്കിന്റെ പ്രശ്നമായിക്കോട്ടെ, പുറത്തെ വേദനയായിക്കോട്ടെ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങളായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, മുട്ടിന് നീര്, നടക്കാൻ വയ്യ, ഉപ്പൂറ്റി താഴെ കുത്താൻ വയ്യ, വെരിക്കോസിന്റെ പ്രശ്നം, ചില മുഴകൾ നമ്മളെ ഭാരപ്പെടുത്തുകയാണ്, പല രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുകയാ. ഇന്ന് പകൽ ഒന്ന് എഴുന്നേക്കാൻ, രാവിലെ ഒന്ന് എഴുന്നേറ്റ് കയ്യെന്നാ കാലം ഒന്ന് നൂക്കാൻ പറ്റുന്നില്ല. എത്ര മരുന്ന് കഴിച്ചിട്ടോ പ്രഷർ കൺട്രോൾ ആകുന്നില്ല, എത്ര മരുന്ന് ഇൻസുലിൻ എടുത്തിട്ടും ഷുഗർ കൺട്രോൾ ആകുന്നില്ല. പല വേദനകളാൽ നമ്മൾ ഭാരപ്പെടുത്തുക, പല അസ്വസ്ഥതകൾ നമ്മളെ ഭാരപ്പെടുത്തുക. യേശു പറഞ്ഞു, എന്റെ അടിപ്പിടരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും. ഏറ്റെടുക്കുക, എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, അവൻ രോഗം ശീലിച്ചത് നമ്മളെ സൗഖ്യമാക്കുവാനാണ്. യാഗപീഠത്തിന്റെ തൊട്ടരികിൽ മുള്ളുകൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാട്, കിലോമീറ്ററുകൾ മാറിയല്ല മുട്ടാട് കിടന്നത്, താഴ്വരയിലല്ല, യാഗപീഠത്തിന്റെ തൊട്ടരികിൽ, യാഗപീഠത്തിന്റെ തൊട്ടരികിൽ. വിടുതൽ. അതെ, ഇന്ന് നീ നിന്നെ തന്നെ യാഗമായി സമർപ്പിച്ചെങ്കിൽ നിന്റെ തൊട്ടരികിൽ വിടുതൽ ഉണ്ട്. വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മൾ പാടിയല്ലോ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. വിശ്വസിക്കാൻ യാഗപീഠത്തിന്റെ തൊട്ട അരികിൽ വിടുതൽ നിൽക്കുകയാണ്.
മാറായിലെ വെള്ളത്തെ മധുരമാക്കുവാൻ തൊട്ടരികിൽ ഇതാ ഒരു വൃക്ഷം. മാറായിലെ വെള്ളത്തെ മധുരമാക്കുവാൻ തൊട്ടരികിൽ ഇതാ ഒരു വൃക്ഷം. ഇന്ന് യാഗമായി സമർപ്പിച്ചിരിക്കുന്നവരുടെ ആമേൻ ആമേൻ അരികിൽ ഇതാ വിടുതൽ വന്നിരിക്കുകയാ. യാഗപീഠത്തിന്മേൽ കിടക്കുന്ന ഇസഹാക്കിനെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. നീ യാഗപീഠം പണിത് നീ യാഗമായി നിന്നെ തന്നെ സമർപ്പിച്ചെങ്കിൽ ആ യാഗപീഠത്തിൽ കിടക്കുന്ന ഇസഹാക്കിനെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. ക്യാൻസർ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇതാ ഷുഗർ നിന്നെ ഇല്ലാതാക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു വേദനകളും നിന്നെ കാർന്നു തിന്നുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വിടുതൽ പ്രാപിക്കുക. ഞാൻ ചിലത് പ്രാപിച്ചിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ, ഞാൻ ചിലത് നേടിയിട്ടേ പോകത്തുള്ളൂ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഓ, വിശ്വസിക്കുന്നവര് ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ടോ. നിങ്ങൾ നിങ്ങളെ തന്നെ യാഗമായി സമർപ്പിച്ചെങ്കിൽ ഇനിയും ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. അതിനുശേഷം നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്, ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് പോവുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഈ ആരാധനയുടെ സമയത്ത് ഈ ആരാധിക്കുമ്പോൾ വിടുവിക്കുന്ന ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഷെക്കേനായി ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും പാളയമടിച്ചു നിൽക്കുകയാണ്. വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് കാണാം. പരിശുദ്ധ അമ്മയുടെ ഉണ്ട്, ആമേൻ, ദൂതന്മാരിവിടെ ഉണ്ട്. ഷെക്കേന നമ്മുടെ മുകളിൽ, നമ്മുടെ ശിരസിന് മുകളിൽ ഇറങ്ങി നിൽക്കുകയാണ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ആമേൻ. യാഗപീഠത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അത് അനുഭവിക്കണം. ആ കാറ്റ് ഈശാനമൂലല്ല, നശിപ്പിക്കുന്ന കാറ്റല്ല, വിടുതലുമായി വരുന്ന കാറ്റ. മന്ദമാരുതൻ. ഓ, ഇന്നു പകൽ ദൈവപ്രവർത്തിയുടെ വെളിപ്പെടാൻ പോവുക. ഒരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കണമേ, അത് കേട്ടിട്ട് വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ കാണുന്നു, എബ്രായരുടെ പാളയത്തില് വലിയൊരു ആരവം, ഭൂമി കുലുങ്ങത്തക്കവണ്ണം ഒരു ആരവം കേട്ടു. ഫെലിസ്ത്യർ ഇത് അന്വേഷിച്ചു, എന്താണ് അവിടുത്തെ ആരവം, അവിടെ എന്താണ് ഈ ശബ്ദം? അവരന്വേഷിച്ചപ്പോൾ ആമേൻ, അവർക്ക് മനസ്സിലായി, നിയമപ്പെട്ടകം അതെ അവരുടെ കൂടാരത്തിൽ കൊണ്ടുവന്നു. അവരിങ്ങനെ പറഞ്ഞു, അവരന്വേഷിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യഹോവ കൂടാരത്തിലേക്ക് വന്നിരിക്കുന്നു. അവർ ഭയപ്പെട്ടു. ഫെലിസ്ത്യർ ഭയപ്പെട്ടിട്ട് അവരിങ്ങനെ പറഞ്ഞു, ശക്തനായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആര് നമ്മളെ രക്ഷിക്കും? അയ്യോ, ഞങ്ങൾക്ക് കഷ്ടം. എബ്രായരുടെ പാളയത്തിലെ ഭൂമി കുലുങ്ങത്തക്കവണ്ണമുള്ള ആരവം കേട്ടിട്ട്, അവരുടെ വർഷിപ്പ് കേട്ടിട്ട്, അവരുടെ സ്തുതിയുടെ ആരവം കേട്ടിട്ട് അവരന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, യഹോവ അവരുടെ പാളയത്തിലേക്ക് വന്നിരിക്കുന്നു. അയ്യോ, ഞങ്ങൾക്ക് കഷ്ടം. ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആര് ഞങ്ങളെ രക്ഷിക്കും? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ആ നിയമപ്പെട്ടകത്തിനകത്ത് എന്താ? മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളർത്ത വടി, 10 കൽപ്പനകൾ, 2 കെരൂബുകളുടെ മധ്യത്തിൽ ഇരിക്കുന്ന നിയമപ്പെട്ടകം. അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഷെക്കേന ഇറങ്ങി വരുന്നത്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന ഒരു വടിയുണ്ടല്ലോ, ഉണങ്ങിയ വടി, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വടി. അത് പൂത്തു, അത് തളിർത്തു, അത് പൂത്തു, അത് കായ്ച്ചു, ബദാം ഫലമുണ്ടായി. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വടിയാണ്. അത് പച്ചവടിയല്ല, അത് ഉണങ്ങിയ വടിയാണ്. അത് മണ്ണിലല്ല, അത് പെട്ടകത്തില്ല. യാതൊരു പ്രതീക്ഷയുമില്ല, എല്ലാം അറ്റുപോയി. എന്നാൽ ആ സാന്നിധ്യത്തിനകത്തിരുന്ന പെട്ടകം, ആ വടി തളിർത്തു, പൂത്തു, കായ്ച്ചു. ഇന്ന് പകൽ ഈ സാന്നിധ്യത്തിനകത്ത് നമ്മൾ ആയിരിക്കുകയാണ്. ഈ സാന്നിധ്യത്തിനകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ അവരെങ്ങനെയാ ദൈവത്തെ ആരാധിച്ചത്? ഭൂമി കുലുങ്ങത്തക്കവണ്ണം അവർ ദൈവത്തെ ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിയന്ത്രിക്കാൻ ആരുമില്ല. ആ കാലഘട്ടം കഴിഞ്ഞു.
നിങ്ങൾ ഒച്ചത്തിൽ സ്തുതിക്ക്, നിങ്ങൾ കൈ ഉയർത്തി സ്തുതിക്ക്, നിങ്ങൾ തുള്ളി സ്തുതിക്ക്. ആ കാലഘട്ടം കഴിഞ്ഞു. ശെക്കേനായി ഇറങ്ങി നിൽക്കുമ്പോൾ ഞാനാണ്, എനിക്ക് എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് സ്തുതിപ്പുകൾ ഉയരേണ്ടത്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ നിർത്താനായിട്ട് പറയത്തില്ല. ഈ കേട്ട വചനത്തെ അനുസരിച്ച് അവൻ ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ എബ്രായരുടെ പാളയത്തിൽ ആരവം മുഴങ്ങിയതുപോലെ ഒരു ആരവം മുഴക്കുവാൻ, ഒരു സ്തുതിപ്പിലേക്ക് വരുവാൻ, ഒരു ആരാധനയിലേക്ക് വരുവാൻ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നെങ്കിൽ ഉണങ്ങിയ വടി, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വടി തളിർത്തു പൂത്തു കായ്ച്ചതുപോലെ ഇന്ന് ചിലത് ഇവിടെ സംഭവിക്കും. ചിലത് പ്രാപിച്ചിട്ടേ നിങ്ങൾ കടന്നു പോകത്തുള്ളൂ, ചിലത് നേടിയിട്ടേ നിങ്ങൾ കടന്നു പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി എബ്രായരുടെ പാളയത്തിൽ എങ്ങനെ മുഴങ്ങിയോ അതുപോലെ നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തില് ആയിരിക്കുന്നത്, സാന്നിധ്യം ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. തിരുവെഴുത്തുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. തിരുവചനത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇനിയും അങ്ങ് ചെയ്യണമേ. കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായും തന്ന എല്ലാ അത്ഭുതങ്ങൾക്കായും സൗഖ്യങ്ങൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ കൂട്ടായ്മ ഞങ്ങളുടെ കരത്തിലേൽപ്പിക്കുന്നു കർത്താവേ. ഈ ഭവനത്തെ ഞങ്ങളുടെ കരത്തിലേൽപ്പിക്കുന്നു കർത്താവേ. അടിയനെ ഞങ്ങളുടെ കരത്തിലേൽപ്പിക്കുന്നു. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം, അവിടുന്ന് ഇടപെടണം, അവിടുന്ന് സംസാരിക്കണം. തുടർന്നും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുന്നു. കൃപ കൂടിയിരിക്കണം. മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ശാന്തമായി Praise the Lord. Hallelujah. 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 ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിതരെ, നല്ല ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു. നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം.
എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11-ാം വാക്യം. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. 20-ാം അധ്യായം വായിക്കുമ്പോൾ, അതിന്റെ 1 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ മറിയം കല്ലറവാതിക്കലേക്ക് ഇരുട്ടുള്ള സമയത്ത് തനിച്ച് കടന്നു പോകുന്നു. അവൾ അവിടെ കടന്നു ചെന്നപ്പോൾ ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അവൾ ഓടി ശിഷ്യന്മാരെ വിവരം അറിയിച്ചു. ശിഷ്യന്മാര് അത് കേട്ടിട്ട് കല്ലറയിലേക്ക്, സെമിത്തേരിയിലേക്ക് ഓടി. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. പക്ഷെ അവിടെ ആത്മാവിന്റെ പ്രവർത്തനമൊന്നുമല്ല. നമുക്കറിയാം, പ്രായം കുറഞ്ഞ പത്രോസ് ഓടി, പ്രായം കുറഞ്ഞ യോഹന്നാൻ ഓടി, പ്രായം കുറഞ്ഞവൻ 1ാമത് കല്ലറയിലെത്തി. പക്ഷെ കല്ലറയ്ക്ക് അകത്തേക്ക് ഇറങ്ങിയില്ല. പത്രോസ് വന്നു, കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി. അവിടെ കർത്താവിനെ പൊതിഞ്ഞ ശീലകൾ അവിടെ കിടക്കുന്നത് കണ്ടു. അവന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാല് വേറെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. തൊട്ടു പിന്നാലെ യോഹന്നാനും ഇറങ്ങി. അതെല്ലാം കണ്ടു. അവർ സ്ഥിരീകരിച്ചു. കല്ലറയ്ക്ക് പുറത്തേക്ക് വന്ന് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. 10-ാമത്തെ വാക്യം അതാണ് വായിക്കുന്നത്. ഇവരത് കേട്ടു, അവർ ഓടി വന്നു, എല്ലാം കണ്ട് സ്ഥിരീകരിച്ച് അവർ ഭവനത്തിലേക്ക് പോയി. എന്നാൽ 11-ാം വാക്യം പറയുന്നു, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. എത്ര സമയം അവൾ കരഞ്ഞു എന്നറിയത്തില്ല. പക്ഷേ അവൾ കരഞ്ഞുകൊണ്ട് സെമിത്തേരിയുടെ വെളിയിൽ അവൾ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ ഒരു ബന്ധം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെറും ബന്ധമല്ല, 3.5 വർഷക്കാലം കൂടെ നടന്നവർക്കില്ലാത്തൊരു ബന്ധം, അപ്പം തിന്നവർക്ക് ഇല്ലാത്തൊരു ബന്ധം, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുള്ളവർക്ക്, അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇല്ലാത്തൊരു ബന്ധം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കണമേ, 3.5 വർഷം കൂടെ നടന്നവർക്കില്ലാത്തൊരു ബന്ധം, അപ്പം തിന്നവർക്കില്ലാത്തൊരു ബന്ധം, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇല്ലാത്തൊരു ബന്ധം നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് ആ ബന്ധത്തിന് ഒരു പേര് കൊടുക്കാം, ആഴമേറിയൊരു ബന്ധം. പ്രിയപ്പെട്ടവരെ, ബന്ധവും ആഴമായ ബന്ധവും ഒന്നല്ല, ഒത്തിരി വ്യത്യാസവും. എനിക്ക് എന്റെ ഭാര്യയോടുള്ള ബന്ധം, ആ ബന്ധമല്ല അപ്പനോടും അമ്മയോടുമുള്ള ബന്ധം, ആ ബന്ധമല്ല മക്കളോടുള്ള ബന്ധം, ആ ബന്ധമല്ല കൂട്ടുകാരോടുള്ള ബന്ധം. ബന്ധങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവുമായിട്ട്, യേശു ക്രിസ്തുവുമായിട്ട് നമുക്ക് ഈ ഒരു ബന്ധമുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എനിക്ക് എന്റെ കർത്താവുമായിട്ട് ഒരു ബന്ധമുണ്ട്. വെറും ബന്ധമല്ല, ആഴമായ ഒരു ബന്ധം എനിക്ക് എന്റെ കർത്താവുമായിട്ടുണ്ട്. ഈ ബന്ധം നമുക്കില്ല എങ്കിൽ, അതിന്റെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പരാജയമാണ്. നമ്മൾ പരാജയമാണ്, നമ്മൾ തോറ്റവരാണ്. കഴിഞ്ഞ ആഴ്ച 45 പേരുണ്ടായിരുന്നു പറഞ്ഞു, ഇന്ന് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
കർത്താവുമായിട്ടുള്ള ബന്ധമായിരുന്നെങ്കിൽ ഇന്ന് 45 പേരുണ്ട്. സന്തോഷ് ബ്രദറുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സന്തോഷ് ബ്രദറിനെ എടുത്തു പറയുകയല്ല, വേറെ ആരും ആയിക്കോട്ടെ, വേറൊരു ബ്രദർ, ആരും ഒന്നും ആയിക്കോട്ടെ, ഒരു അച്ഛനായിക്കോട്ടെ, ഒരു തിരുമേനി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ബന്ധം എവിടാ? ദൈവവുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആദ്യം ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ബന്ധമുള്ളവൻ അത് പ്രസംഗിക്കുന്ന വ്യക്തി ആരെന്നല്ല, ദൈവവചനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ ഇരിക്കുന്ന കുഞ്ഞിനോട് ദൈവം സംസാരിക്കും, പ്രായമുള്ളവരിലൂടെ ദൈവം സംസാരിക്കും. ദൈവത്തിന്റെ വചനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. Praise the Lord. Hallelujah. Hallelujah. ഇവിടെ നാം കാണുന്നു, ആഴമായ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ സെമിത്തേരിയിലേക്ക്, സാധാ സെമിത്തേരി അല്ല. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, അവിടെ നാം കാണുന്നു, കാരണം അവൾ പോയത് പകൽ വെളിച്ചത്തിലല്ല, അവൾ പോയത് ഇരുട്ടുള്ള സമയത്ത്, അവൾ പോയത് ഒറ്റയ്ക്ക്, കൂട്ടിനാളെയും കൊണ്ടല്ല. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അവിടെ മാവേലിക്കരയ്ക്ക് പോകുന്ന വഴിയില് വഴിപാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു ഷോർട്ട് കട്ട് കയറിയാല് മെയിൻ റോഡിലെത്താം. അപ്പൊ പോകുന്ന വഴിയിൽ ഒരു ശ്മശാനമുണ്ട്. എന്തൊക്കെ കൊച്ചിലത്തെ കാര്യം ഞാൻ പറയുന്നു. അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതുവഴി പോവുകയാണെങ്കിൽ ഉച്ച സമയത്തൊന്നും ഒറ്റയ്ക്ക് പോകരുത്, തനിച്ചു പോകരുത്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. രാത്രി ആയാൽ, അതായത് ഒരു 7 മണി കഴിഞ്ഞാല് അതുവഴി ആരും ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ആ ശ്മശാനത്തിന് ചുറ്റും വലിയ കോട്ടം മതിലുണ്ട്, അതിന്റെ വശങ്ങളിലെല്ലാം ഇരുനില വീടുകളുണ്ട്, വെട്ടമുണ്ട്, വെളിച്ചമുണ്ട്. ഇന്നത്തെ സ്ഥിതി അതല്ല. പണ്ട് എന്റെ ചെറുപ്പത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സെമിത്തേരിയിൽ പോകാൻ പോലും നമുക്ക് ഒറ്റയ്ക്ക് ഭയമാണ്. എന്നാൽ ഈ സ്ത്രീ നോക്കിക്കേ, യേശു കർത്താവിന്റെ കല്ലറയിലേക്ക് അവൾ തനിച്ചു പോയിരിക്കുന്നു. അവിടെ നാം നോക്കുമ്പോൾ, ഇന്ന് നമ്മൾ യെരുശലേമിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും, കർത്താവിനെ ക്രൂശിച്ച സ്ഥലവും ഇറക്കി കിടത്തിയ സ്ഥലവും കല്ലറ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന്റെ പുറമെ വലിയൊരു പള്ളിയാണ്. 24 മണിക്കൂറും അവിടെ ആൾക്കാരുണ്ട്. കർത്താവ് ക്രൂശുമായിട്ട് വന്ന വഴി, കല്ലുപാകിയ വഴികള്, ഇരുവശങ്ങളിലും വലിയ ചെറിയ ഷോപ്പുകള്, ആ വഴികളിലൂടെ എല്ലാം ഇപ്പോഴും ആൾ സഞ്ചാരമുണ്ട്. എന്നാൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഈ കാൽവരി മല എന്ന് പറയുന്നത് ഒരു ചെറിയ മലയാണ്. അതായത് താബോർ മല പോലോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറയുകയാണ് ജബൽ റൈസ് പോലുള്ള ഒരു മലയൊന്നുമല്ല, ഒരു ചെറിയ ഒരു ഉയർന്ന പ്രദേശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടേക്കുള്ള വഴികളും അല്പം ഒരു കയറ്റം പോലെയാണ്. ഈ കർത്താവിനെ ക്രൂശിച്ച സ്ഥലത്തിനു താഴെ സെമിത്തേരിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ അരമത്യാക്കാരൻ ജോസഫ് അവിടെ കല്ലറ വാങ്ങിച്ചിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ക്രൂശിച്ച സ്ഥലത്തിന് താഴെ സെമിത്തേരിയാണ്. അവിടെയാണ് കാശുള്ളവൻ ഇന്നും സെമിത്തേരി വാങ്ങിച്ചിടുന്നത് പോലെ, കല്ലറ ഇടുന്നത് പോലെ അരമത്യാക്കാരൻ ജോസഫ് അവിടെ കല്ലറ പണിതിട്ടേക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രമല്ല, ഒരു സാധാരണ സംഭവം നടന്ന സ്ഥലമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രായം ചെന്ന ഒരാള് മരിച്ചുകൊണ്ട് അടക്കിയ ഒരു സ്ഥലമല്ല. ഒരു രോഗം വന്നു, കുറെ നാൾ കിടന്നു, കൊണ്ടുപോയി അടക്കിയ സ്ഥലമല്ല. പിന്നെയോ അവിടെ വലിയൊരു സംഭവം നടന്നു. ദേശത്തെ നടുക്കിയ, നാടിനെ നടുക്കിയ ഒരു വലിയ സംഭവം അവിടെ നടന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, വ്യാഴാഴ്ച രാത്രിയില് ഗെത്സമനിയിൽ കർത്താവിനെ അവർ പിടിച്ചു.
നേരം പുലരുന്നത് വരെ കർത്താവിനെ ഒരു മർദ്ദിച്ചു. നേരം പുലർച്ചെയായപ്പോൾ അവർ സംഘത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് കർത്താവിനെ പല കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. അവനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. കണ്ടാൽ ആളല്ല എന്ന രൂപത്തിൽ അവൻ വിരൂപനായി. 10,000-ങ്ങളിൽ സുന്ദരൻ. 85 കിലോ ഭാരമുള്ള കുരിശ് അവന്റെ തോളിൽ വെച്ചു. അവനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് 2 കള്ളന്മാരുടെ നടുവിൽ അവനെ കുരിശിൽ തറച്ചു. ഒരു നാടിനെ നടുക്കിയ, ഒരു ദേശത്തെ നടുക്കിയ ഒരു വലിയ സംഭവം അവിടെ നടന്നു. 3.5 വർഷക്കാലം കൂടെ നടന്നവര് അവർ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുക. അവർ കഥകടച്ച് അവരിയ്ക്കുകയാണ്. കർത്താവിന്റെ കൂടെ നടന്ന അല്ലാത്ത ശിഷ്യന്മാർ അവനെ സ്നേഹമുള്ളവരും അവന്റെ പേര് പറയുവാൻ ഭയക്കുന്ന ഒരു സമയമാണ്. അയ്യോ, കഷ്ടമായി പോയി എന്ന് പോലും പറയുവാൻ ആർക്കും ധൈര്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ സ്ത്രീ അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് ഇവിടെ ഈ മലമ്പ്രദേശത്തേക്ക് പോകുന്നത്. അവൾ അവിടെ ചെന്നപ്പോൾ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അവൾ ഓടി ശിഷ്യന്മാരെ അറിയിച്ചു. ശിഷ്യന്മാര് വന്നു, കണ്ടു, കേട്ടു, മടങ്ങിപ്പോയി. ഇവിടെ തിരുവചനം പറയുന്നത് തിരുവെഴുത്തുകൾ മനസ്സിലാക്കാതെ അവർ മടങ്ങിപ്പോയി. തിരുവെഴുത്തുകൾ മനസ്സിലാക്കാതെ അവർ മടങ്ങിപ്പോയി. ഇന്നും പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇങ്ങനെയാ, തിരുവെഴുത്തു മനസ്സിലാക്കാതെ മടങ്ങിപ്പോയ ശിഷ്യന്മാരെ പോലെ. നമ്മൾ പല തീരുമാനങ്ങളും എടുക്കും പെട്ടെന്ന്. ചിലത് കേട്ടിട്ട്, ചിലത് കണ്ടിട്ട്, ചിലത് വായിച്ചിട്ട്, ചിലരോട് സംസാരിച്ചിട്ട്, ചില സാക്ഷ്യം കേട്ടിട്ട്, ചില അനുഭവം കണ്ടിട്ട് നമ്മളും തീരുമാനമെടുക്കും. പക്ഷേ ഇതിനൊന്നും ആയുസില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ആയുസില്ല, ഉപവാസത്തിന് ആയുസില്ല, കൂട്ടായ്മയ്ക്ക് വരവിന് ആയുസില്ല, പള്ളിപ്പോക്കിന് ആയുസില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും ആയുസില്ല. ഹല്ലേലൂയ. തിരുവെഴുത്ത് മനസ്സിലാക്കാതെ മടങ്ങിപ്പോയ ശിഷ്യന്മാരെ പോലെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എല്ലാം ചെയ്തു. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനും അവന്റെ പക്കൽ ഉത്തരമുണ്ട് എന്നൊരു വിശ്വാസം നമുക്കില്ല. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കും, 2 ദിവസം പ്രാർത്ഥിക്കും, 3-ാമത്തെ ദിവസം കഴിയും. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ആരെയും ഏൽപ്പിക്കും, ബ്രദറെ പ്രാർത്ഥിച്ചോണേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആയുസില്ല. എന്തുകൊണ്ടാ? ഈ തിരുവെഴുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാ? അവനുമായിട്ട് ബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, തിരുവെഴുത്ത് മനസ്സിലാക്കാതെ അവര് മടങ്ങിപ്പോയി. പക്ഷേ ഈ സ്ത്രീ അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇരുട്ടുള്ള സമയത്ത് തനിച്ച് അവള് പോയി. നിനക്ക് എല്ലാ വിഷയമുണ്ട്, പക്ഷേ അവൾ അവിടെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇവൾക്ക് ഭയമില്ലേ, പേടിയില്ലേ? ഇരുട്ടുള്ള സമയത്ത് പോകാനും ഇങ്ങനൊരു വലിയ സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നിടത്തോ പോയി നിൽക്കാൻ അവൾക്ക് ഭയമില്ലേ? അവൾ പോയി വിളിച്ചുകൊണ്ട് വന്ന ശിഷ്യന്മാരും തിരിച്ചുപോയി. അവൾക്ക് പേടിയില്ലേ? ക്രിസ്തുവിനോടുള്ള ബന്ധം നിന്റെ ഭയം മാറ്റും. യേശുവിനോടുള്ള ബന്ധം നമ്മുടെ ഭയം മാറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് വെള്ളത്തിൽ വീണു. എന്റെ അമ്മ നോക്കി നിൽക്കുക. അയ്യോ, എനിക്ക് നീന്തൽ അറിയത്തില്ല. ഒത്തിരി നാളായി കണ്ടിട്ട്. എനിക്ക് നീന്തൽ അറിയത്തില്ല. അയ്യോ, എനിക്ക് വെള്ളം പേടിയാണ്. ഒരപ്പൻ നോക്കിയിരിക്കോ? ഒരു കുഞ്ഞ് തീക്കകത്ത് വീണു, അല്ലെ കുഞ്ഞിന്റെ ദേഹത്ത് തീ പിടിച്ചു. അയ്യോ, തീ എന്റെ ദേഹവും ഈ ദേഹത്തും തീ പിടിക്കും, പൊള്ളും, എനിക്ക് പേടിയായി. ഒരു അപ്പനോ അമ്മയോ നോക്കി നിൽക്കുവോ? ഒരു കുഞ്ഞു മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുക, ഒരു പാമ്പ് 10 വിടർത്ത് നിൽക്കുക.
ഒരു അപ്പനോ അമ്മയോ അയ്യോ എനിക്ക് പേടിയാണേ, പാറ്റയും പല്ലിയൊക്കെ എനിക്ക് പേടിയാ, പാമ്പിനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് കഥ അടച്ചിട്ട് പോവോ? ആ കുഞ്ഞിനെ ആ പാമ്പിന്റെ അടുത്തുനിന്ന് രക്ഷിക്കും. ഹല്ലേലൂയ. എന്താ ആ കുഞ്ഞിനോടുള്ള ബന്ധം, ആ കുഞ്ഞിനോടുള്ള സ്നേഹം, വെള്ളമെന്ന ഭയമില്ലാതാകുന്നു. നീന്തൽ അറിയത്തില്ല, വെള്ളം പേടിയ, പക്ഷേ തന്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ആ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ ആ അമ്മ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ആ വെള്ളമെന്ന ഭയമില്ലാതാകുന്നു. ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ പാമ്പെന്ന ഭയമില്ലാതാകുന്നു. തന്റെ കുഞ്ഞിനെ പാമ്പിന്റെ അടുക്കൽ നിന്ന് കോരിയെടുക്കുന്നു. പാമ്പ് എന്നെ കടിച്ചോട്ടെ, ഞാൻ മരിച്ചോട്ടെ, പക്ഷെ ആ ഭയം ഇല്ലാതാകുന്നു. നാം മുന്നേ ഒരു പാറ്റയെ കണ്ട പേടിയാ, ഒരു പല്ലിയെ കണ്ട പേടിയാ, പക്ഷെ ഇവിടെ ഭയമില്ലാതാകുന്നു. തീയോടുള്ള ഭയമില്ലാതാകുന്നു. കാരണം തന്റെ കുഞ്ഞിനോടുള്ള ബന്ധം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ ആരെങ്കിലും ഭയത്തിലായിരിക്കുന്നെങ്കിൽ, അതായത് രോഗഭയമുണ്ട്, മരണഭയമുണ്ട്, ആമേൻ, ശത്രുവിനെ ഭയക്കുന്നു, ശത്രുവിനെ തകർക്കുമോ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭയം, ബിസിനസ് തകരുമോ, ജോലി നഷ്ടപ്പെടുമോ, നാളെ എന്തായിത്തീരും, ഇങ്ങനെയുള്ള പല ഭയങ്ങളും നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്നെങ്കിലും നാളത്തെ ജോലിയെ പറ്റിയാ ചിന്തിക്കുന്നത്, ബിസിനസിനെ പറ്റിയാ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മക്കളെ പറ്റിയാ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പല ഭയങ്ങള് നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. എന്നാൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ ഭയം ഇല്ലാതാകും. പ്രിയപ്പെട്ടവരെ, അബ്രഹാം മോറിയാമല കയറിയത് എങ്ങനാ? ദൈവത്തോടുള്ള ബന്ധത്തില്. മോറിയാമലയിലേക്ക് അവൻ കയറിയത് എങ്ങനെയാ? മോറിയാമലയിൽ പോകുന്നത് എന്തോയില്ല? ഡാൻസ് കളിക്കാനാണോ? അവിടെ പോയി അപ്പം ചുട്ട് തിന്നാനാണോ? മോറിയാമലയിൽ പോകുന്നത് എന്തിനാ? തന്റെ ഏകജാതനെ ബലിയർപ്പിക്കാനാ പോകുന്നത്. അപ്പോൾ അവൻ മോറിയാമല കയറിയത് എങ്ങനെയാ? ദൈവവുമായിട്ടുള്ള ബന്ധത്തില്. ദാനിയേൽ സിംഹക്കൂട്ടിലേക്ക് പോയത് എങ്ങനെയാ? ദാനിയേലിന് അറിയാം സിംഹക്കൂട അടുത്ത നിമിഷം സിംഹക്കൂടാന്ന് അറിയാം. പക്ഷെ ദാനിയേൽ പോയത് സിംഹക്കൂട്ടിൽ വീഴാൻ തയ്യാറായിരുന്നത് എങ്ങനെയാ? ദൈവവുമായിട്ടുള്ള ബന്ധം, ആഴമേറിയ ബന്ധം, വെറും ബന്ധമല്ല. ഹല്ലേലൂയ. എബ്രായ ബാലന്മാർ ചീച്ചൂളയിലേക്ക് പോയത് എന്തിനാ? അവർക്കറിയാം അടുത്ത നിമിഷം എരിയുന്ന കുണ്ടം അഗ്നികുണ്ടമാണെന്ന് അറിയാം. പക്ഷെ അവർ പോയത് എങ്ങനെയാ? ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധം. ആ എരിയുന്ന അഗ്നികുണ്ടം എന്ന ഭയം അവരെ ഇല്ലാതാക്കി. ദൈവവുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. സിംഹമെന്ന സിംഹക്കൂടെന്ന ഭയം ദാനിയേലിൽ നിന്ന് മാറിപ്പോയി. ദൈവവുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഭയം മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് യേശുവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നീ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാൽ നിന്റെ എല്ലാ ഭയവും മാറും. നമുക്ക് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാ ഭയവും, രോഗഭയം, മരണഭയം, അവൻ ശത്രുവിനെ ഭയക്കുന്നു, ശത്രുവിനെ വലുതാക്കി കാണുന്നു, മക്കളോട് ഭയം, എല്ലാ ഭയവും എല്ലാ ഭയവും മാറട്ടെ, എല്ലാ ഭയവും മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാ ഭയവും ദൈവത്തോടുള്ള ബന്ധത്തിൽ, യേശുവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഭയം ഇല്ലാതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലർക്കും ഇല്ലാത്തതും അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് ദൈവത്തോടുള്ള ബന്ധം. നമ്മളെല്ലാവരും കൂട്ടായ്മ വരുന്നുണ്ട്, നമ്മളെല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്, ഇതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ബന്ധം ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കും. നമ്മള് ഈ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് അന്യം നിന്ന് പോവാൻ, ചില വിഷയങ്ങള്, ചില കാര്യങ്ങള്, ചില ചെടികള്, ചില കൃഷികളൊക്കെ അന്യം നിന്ന് പോവാന്ന് പറയത്തില്ലേ, അത് ഇല്ലാതായി പോവുക എന്ന് പറഞ്ഞതുപോലെ
ഇന്ന് കൂട്ടായ്മയിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ, വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയാ, പള്ളി പോകുന്നുണ്ട്, എല്ലാം മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പള്ളിയുണ്ട്, നമുക്ക് വിശുദ്ധ ബലിയുണ്ട്, നമുക്ക് കൂട്ടായ്മയുണ്ട്, നമുക്ക് വിവിധ ഭക്ത സംഘടനകളുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ, നമുക്കിതെല്ലാം ഉണ്ട്, പക്ഷെ ദൈവവുമായിട്ട് ബന്ധമുണ്ടോ? പള്ളി ആയാലും, നമ്മുടെ വിശുദ്ധ ബലിയായാലും, നമ്മുടെ ആരാധന, നമ്മുടെ കൂട്ടായ്മയായാലും, ഭക്ത സംഘടനകൾ, ഇതൊക്കെ ആയാലും പ്രിയപ്പെട്ടവർ, ഇതിലൂടെയെല്ലാം ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുന്നതിനും ആ ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും അനേകരെ ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അടുപ്പിക്കുന്നതിനും ഇടയാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്കറിയത്തില്ല, RC-യിലെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ ഞങ്ങളുടെയൊക്കെ സഭയില് ഈ പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും ഒക്കെ എന്ത് ബഹളമാണെന്നറിയാവും. ഇവിടെ തന്നെയല്ല, നാട്ടിലും പ്രസിഡന്റ്, എനിക്കറിയത്തില്ല എന്താണ് ഇതിന്റെ നല്ല കാര്യം. പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഖജാൻജി ആയാലും ഇതൊക്കെ വേണം പ്രിയപ്പെട്ടവരെ. പക്ഷെ പല, നമ്മുടെ കത്തോലിക്ക സഭയെ മാത്രമല്ല, പല സഭകളിലും ഇതിന് അടിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം ഒരു കാര്യം, നാം മനസ്സിലാക്കണം, എന്തുവാ, ചിലപ്പോ 4 പൂച്ചെണ്ട് കൂടുതൽ വെച്ചെന്നിരിക്കും, 5-8 പേര് കൂടുതൽ പുകഴ്ത്തി, ഇവൻ ഇത്ര വർഷം ഈ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് എന്ന പദവി അലങ്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ പുകഴ്ത്തി പറഞ്ഞു തരികയും. ഞാൻ ചോദിക്കട്ടെ, ഇത് വല്ലതും നിന്നെ നിത്യതയിൽ എത്തിക്കുമോ? എന്റെ ചോദ്യം അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവുമായിട്ട് ബന്ധമുണ്ടോ? ഈ ലോകത്തും നിത്യതയിലും നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഡംബരത്തിന്റെ ഒരു കാലഘട്ടം. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ഭയമുണ്ടായി, ഒന്ന് കുറഞ്ഞതായിരുന്നു. പക്ഷെ വീണ്ടും ആഡംബരത്തിലേക്ക് മനുഷ്യൻ പൊക്കൊണ്ടിരിക്കും. ഇന്ന് കല്യാണത്തെക്കാൾ കൂടുതൽ അടക്കത്തിന് ഇത്ര രൂപ ചെലവഴിക്കുന്നത് അറിയാമോ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ലക്ഷങ്ങളാ പൊട്ടിക്കുന്നേ. കല്യാണത്തെക്കാൾ ഗംഭീരമായിട്ടാണ് അടക്കത്തിന് ശുശ്രൂഷയൊക്കെ നടത്തുന്നത്. ഒരു തിരുമേനിയൊന്നും പോരാ, 3-4 തിരുമേനിമാര് വേണം. 3-4 തിരുമേനിമാരും പോരാ. കാതോലിക്ക ബാബ, ഞങ്ങളുടെയൊക്കെ ഇതിൽ ഏറ്റവും ടോപ്പ് കാതോലിക്ക ബാബ, RC-യിൽ കർദിനാളല്ലേ, അല്ലെ, ഏറ്റവും ടോപ്പില്. അതായത് അതുപോലെ കർദിനാളൊക്കെ വേണം. ഞങ്ങളുടെ ഇപ്പൊ ബാബ അമേരിക്കയിലാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞേ വരുത്തുള്ളെങ്കിൽ ഈ 15 ദിവസവും ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കാൻ തയ്യാറാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവരുടെയൊക്കെ പ്രസംഗത്തിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഈ കിടക്കുന്നത് ആരാന്നുപോലും ഈ വരുന്ന അച്ഛന്മാർക്കോ തിരുമേനിമാർക്കോ ഈ മെത്രാന്മാർക്കോ ആർക്കും അറിയത്തില്ല, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അവര് വന്നിട്ട് പേര് ചോദിക്കും, കുടുംബ പേര് ചോദിക്കും, ജോലി എന്താന്ന് ചോദിക്കും, പള്ളി കയറുന്ന ആളാണ്. കുറെ ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വരുന്ന ആൾക്കാർക്ക്. പ്രിയപ്പെട്ടവരെ, ഇത് ചോദിച്ചിട്ട് അവരുടെ ഒരു ഫോർമാറ്റിൽ ഒരു പ്രസംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വല്ലതും നമ്മളെ നിശ്ചിതയിൽ എത്തിക്കുമോ? എന്റെ ചോദ്യം അതാ. ഞാൻ ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നേ. അടക്കത്തിന് തിരുമേനിയെ വിളിക്കരുതെന്നല്ല, അച്ഛന്മാരെ വിളിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ആഡംബരത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഇത് വല്ലോ നമ്മളെ നിത്യതയിൽ എത്തിക്കുമോ? ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അവനെ നിത്യതയിൽ എത്തിക്കുന്നത്. ഈ ലോകത്തിലും നിത്യതയിലും അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ ഒരു ശബ്ദം കേൾക്കും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനത്തിനു മുന്നമേ ഞാൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കുവീൻ. ഈ ശബ്ദം കേൾക്കുന്ന ആരാ? ദൈവവുമായിട്ട് ബന്ധമുള്ളവന്.
Praise the Lord. Hallelujah. 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 വേറൊരു കൂട്ടരുണ്ട്, ലക്ഷങ്ങൾ മുടക്കും അടക്കത്തിന്റെ ശുശ്രൂഷയ്ക്ക്. ഞങ്ങളുടെ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം ഒന്നും അല്ല, 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷത്തോളം ഒക്കെ ഒരു അടക്കത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളുടെ അവിടുത്തെ ചെലവാ ഞാനീ പറയുന്നത്, ആഡംബരം കാണിക്കുന്നത്. അതായത് ഇപ്പം അത് പണമുള്ളവനും ഇല്ലാത്തവനും എല്ലാം. കാരണം ഇടവകയിൽ ഒരാൾ കാണിച്ചു, ഒരാൾ ഒരു അടക്കം നടത്തിയാൽ ഇനി അതിൽ എന്താണ് അടുത്ത വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്നാ ചിന്തിക്കുന്നത്. ലക്ഷങ്ങളാ പൊടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഈ ലക്ഷങ്ങൾ ഒരു അടക്കത്തിന് മുടക്കുമ്പോൾ നിന്റെ മാതാപിതാക്കന്മാർക്ക് അതിന്റെ ഒരു 10-1 അവരെ ശുശ്രൂഷിക്കാൻ നീ ചെലവഴിച്ചെങ്കിൽ, അവർക്ക് നല്ല ആഹാരം വാങ്ങിക്കൊടുക്കാൻ നീ ചെലവഴിച്ചെങ്കിൽ, അവർക്ക് നല്ല മരുന്ന് വാങ്ങുവാൻ, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നീ ചെലവഴിച്ചെങ്കിൽ, ഡെയിലി വിളിച്ചില്ലെങ്കിലും ആഴ്ചയിലെങ്കിലും ഒരിക്കൽ വിളിച്ച് സ്നേഹത്തോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവർ 5 വർഷം കൂടെ അല്ലെ 10 വർഷം കൂടെ ജീവിച്ചു. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കൂട്ടരുമുണ്ട്. Hallelujah. Hallelujah. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം ഓർക്കുക. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ സൗദിയിലുള്ള ഒരാളിനെ ഒന്ന് വിളിച്ചു. സൗദിയിലുള്ള ഒരാളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തൊക്കെയോ വിഷമം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ? അവൻ പറഞ്ഞു, ഒന്നുമില്ല ചോദിച്ചാൽ ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്താണ്, നിനക്ക് എന്തോ ഉണ്ടല്ലോ, എന്താ സംഭവം? അപ്പൊ അവൻ എന്നോട് പറയുകയാണ്, എന്നും അവൻ കാലത്ത് അവന്റെ അമ്മയെ വിളിക്കും, അത് കഴിഞ്ഞ് അവന്റെ ഭാര്യയെ വിളിക്കും. ഇത് ഡെയിലി ഉള്ളതാ. അപ്പോൾ അന്ന് രാവിലെ വിളിച്ചപ്പോൾ അവന്റെ അമ്മ ഫോൺ എടുക്കുന്നില്ല. അവന്റെ അമ്മ കുറെ നേരമാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവന്റെ ഭാര്യയെ വിളിച്ചു ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, അമ്മ എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല. അമ്മ എവിടെ പോകുന്നു എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. അവനുടനെ അവന്റെ പെങ്ങളെ വിളിച്ചു ചോദിച്ചു, അമ്മ നിന്നെ വിളിച്ചോ? അമ്മ അവിടെ വന്നോ? ഇല്ല, അമ്മ എന്നെ വിളിച്ചിട്ടില്ല. അവളും അമ്മയെ കിടന്ന് വിളിക്കുക, അമ്മ ഫോൺ എടുക്കുന്നു. ഇവനും വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല. ഏകദേശം ഇവന്റെ പെങ്ങളുടെ വീട്ടിൽ എത്തേണ്ട ഒരു ടൈമായി. അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവന്റെ പെങ്ങളുടെ വീട്ടിൽ എത്താൻ ഒരു സമയമായി. ആ സമയം വരെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവന്റെ പെങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മയോടെ എത്തിയോ? ഇല്ല. നീ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല. ഉടനെ അവന്റെ ഭാര്യയുടെ വീട്ടിൽ വിളിച്ചു. അവന്റെ ഭാര്യയുടെ അപ്പനെടുത്തപ്പോ പറഞ്ഞു, 6 മണിക്ക് മുമ്പ് എന്റെ അമ്മ എന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ ഭാര്യയും പിള്ളേരെയും വിളിച്ചോണ്ട് പോകും. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്താ? 2 പിള്ളേരുണ്ട്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ സംസാരിക്കാവോടാ? എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചേ? നമ്മുടെ വായിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ ചോദിച്ചു. കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറയാ, ചോദിച്ചാൽ അറിയത്തില്ലേ, എന്റെ അമ്മ എന്നെ കലം തേച്ചു മഴക്കിയ വളർത്തി. സത്യമാണ്, എനിക്കറിയാവുന്ന. അവര് താമസിച്ചുകൊണ്ടിരുന്നിടം നമ്മുടെ നാടൻ ഭാഷയിൽ പറയല്ലോ, മാക്രി ശൂശു വെച്ചാലും വെള്ളം കയറുമെന്ന്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് അവൻ വിറ്റിട്ട് അവൻ നല്ലൊരു സ്ഥലം വാങ്ങിച്ചു, ഒരു 2 നില വീട് വെച്ചു. ഇന്ന് ഒരു കാറുണ്ട്, ഒരു ബൈക്കുണ്ട്, ഒരു സ്കൂട്ടറുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷേ അവൻ പഴയത് മറന്നിട്ടില്ല. അവൻ പറഞ്ഞത് അവന്റെ അമ്മ അവനെ കലം തേച്ചു മഴക്കിയ വളർത്തിയതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരോട് ഞാൻ പറഞ്ഞതിന്റെ പോസിറ്റീവായിട്ട് എടുക്കാവേ. നാളെ ഭാര്യയെ വിളിച്ച് ചീത്ത വിളിക്കണമെന്നോ, ഭാര്യയുടെ വീട്ടുകാരെ വിളിച്ച് തല്ലണമെന്നോ, ഭാര്യയെ തല്ലണമെന്നോ ഒന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരുവൻ അമ്മയോടുള്ള ലക്ഷങ്ങൾ മുടക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതിന്റെ 10-1 മാതാപിതാക്കന്മാർക്ക് ചെലവഴിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ളവരും ഉണ്ട് എന്ന് പറയുവാനാണ് ഞാനിത് പറഞ്ഞത്. ഹല്ലേലൂയ. പഴയത് മറന്നു പോകാതെ കലം തേച്ചുമഴക്കി മറ്റുള്ളവരുടെ അടുത്ത് ജോലിക്ക് പോയി എന്നെ വളർത്തിയ എന്റെ അമ്മയെ ഞാൻ എനിക്കിന്ന് 2 നില വീടുണ്ട്, കാറുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷേ അവൻ മറന്നിട്ടില്ല അവന്റെ അമ്മ എങ്ങനെയാ വളർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബന്ധം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധം റെഡിയാണോ? അമ്മയുമായിട്ടുള്ള ബന്ധം ശരിയാവും, ഭാര്യയുമായിട്ടുള്ള ബന്ധം ശരിയാവും, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം ശരിയാവും.
എല്ലാവരുമായിട്ടുള്ള ബന്ധം ശരിയാവും. ആദ്യം ഏത് ബന്ധം ശരിയാക്കണം? ദൈവവുമായിട്ടുള്ള ബന്ധം. അതാ കർത്താവ് പറഞ്ഞത്, ആദ്യം നിങ്ങൾ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയെല്ലാം ഞാൻ കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. ആദ്യം ഈ ബന്ധം ശരിയാണെങ്കിൽ ഭാര്യയോടുള്ള ബന്ധം കറക്റ്റ് ആവും, മാതാപിതാക്കന്മാരോടുള്ള ബന്ധം ശരിയാകും, കുഞ്ഞുങ്ങളോടുള്ള ബന്ധം ശരിയാകും. അല്ലെങ്കിൽ ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരും. ബന്ധങ്ങൾ അവിടെ വിള്ളൽ വീഴാനിടയാകും, അല്ലെങ്കിൽ ബന്ധനങ്ങളായി തീരും. ഞാന് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഞങ്ങൾ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ അറിവിന് വേണ്ടിയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ചില സമയങ്ങളിൽ. പക്ഷേ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ആരെ കുറ്റപ്പെടുത്തുകയാണ്. ഞാനൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ അവിടെ എല്ലാ സെറ്റപ്പ് ഒരുക്കി, കേക്ക് എടുത്തു വെച്ചു, പൊട്ടിക്കാൻ പിള്ളേര് ബോംബുമായിട്ട് നിൽക്കുന്നു, അതിന്റെ പേര് എനിക്കറിയില്ല, പൊട്ടിക്കാനുള്ള സാധനങ്ങളുമായിട്ട് നിൽക്കുന്നു. ടിവിക്കകത്ത് പാട്ട് റെക്കോർഡ് ചെയ്ത് അവര് ഭാര്യയും ഭർത്താവും കൂടെ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് ടിവിക്കകത്ത് USB കണക്ട് ചെയ്തു. അപ്പോഴത്തേക്ക് എല്ലാവരും ക്യാമറ കണ്ണുകൾ, മൊബൈലിലെല്ലാം ക്യാമറ എല്ലാം ഓണാക്കി, എല്ലാം റെഡിയാ. പ്രിയപ്പെട്ടവരെ, അവിടെ ഭയങ്കര കലവലും സംസാരവും മുറിക്കാൻ പോവാം. ഈ അപ്പനോ അമ്മയോ ഈ കേക്ക് മുറിക്കുന്നതിന് മുന്നേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി എന്ന് പറയുവാൻ അവരാരും തയ്യാറാണ്. വേണ്ട, സ്വർഗസ്ഥനായ പിതാവെ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാവർക്കും അറിയാവുള്ളൂ. ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലിയിട്ട് ഈ കേക്ക് മുറിക്കാൻ ആരും തയ്യാറായി. പ്രിയപ്പെട്ടവർ, ഇത് ആരുടെ നാമമഹത്വത്തിനായിട്ടാ? അവിടെ ബോംബ് പൊട്ടുന്നു, ക്യാമറ ഫോട്ടോകൾ വാരിയെടുക്കുന്നു, ഈ ടിവിക്കകത്ത് അവർ പാടിയ പാട്ടങ്ങോട്ടിടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു വർഷക്കാലം തന്റെ കുഞ്ഞിനെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ കേക്ക് ഒന്ന് മുറിക്കുക. ഹല്ലേലൂയ. തന്റെ കുഞ്ഞിന്റെ കാലയില് ഒരു മുള്ളു പോലും കൊള്ളാതെ നടത്തിയ ദൈവത്തിന് നന്ദി പറയുവാൻ, പുതിയ വർഷവും എന്റെ ദൈവമേ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ നടത്തണമേ എന്ന് പറയുവാൻ അപ്പനോ അമ്മയ്ക്കോ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ആയിപ്പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം മുള്ളുകൊണ്ട പലരും ഇന്ന് ഈ മണ്ണിലില്ല, ഒരു മണ്ണോട് മണ്ണായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കാലേ മുള്ളുകൊണ്ട് ഒരു സെപ്റ്റിക്കായി മാസങ്ങൾ ആശുപത്രി കിടന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്നവരുണ്ട്, ആയിരങ്ങൾ ചെലവായവരുണ്ട്. പക്ഷേ തന്റെ കുഞ്ഞിനെ നടത്തിയ ദൈവത്തിന് നന്ദി പറയുവാൻ ഒരപ്പന് കഴിയുന്നില്ല, ഒരമ്മയ്ക്ക് കഴിയുന്നില്ല. നമുക്ക് ആരോടാ ബന്ധം? നമുക്ക് ആരോടാ ബന്ധം? ദൈവത്തോടാണോ നമ്മുടെ ബന്ധം? നമ്മൾ ചെയ്യുന്നത് ദൈവനാമ മഹത്വത്തിനായി തീരുന്നുണ്ടോ? അതാ പൗലോസ് പറഞ്ഞത്, തിന്നാലും കുടിച്ചാലും ദൈവനാമ മഹത്വത്തിനായി തീരണം. ഹല്ലേലൂയ. നമ്മൾ തിന്നാലും കുടിച്ചാലും ദൈവനാമ മഹത്വത്തിനായി തീരണം. ഹല്ലേലൂയ. ദുബായില് ഷാജി അദ്ദേഹം ദുബായ് ഇലക്ട്രിസിറ്റി ജോലി ചെയ്യും. അദ്ദേഹം വെക്കേഷന് നാട്ടിലോട്ട് പോയതാ, ഭാര്യയുമായിട്ട് പോയതാ. നാളെ കോട്ടയത്തേക്ക് പോകണം. അദ്ദേഹം അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിന് കോട്ടയത്തിന് എന്തോ പോകണം. വൈകിട്ട് അദ്ദേഹത്തിന് ചെസ്റ്റിൽ ഒരു ഭാരം, ഒരു വേദനയെന്ന് പറയാനില്ല, ഒരു ഭാരം. രാത്രി അദ്ദേഹം കഴിഞ്ഞു, അത്യാവശ്യമായിട്ട് നാളെ കോട്ടയത്തിന് പോകണം. അദ്ദേഹം അടൂരിൽ ലൈഫ് ലൈനിൽ ആരെ കാണാനാണോ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അദ്ദേഹം അവിടെ കണ്ടിട്ട് ആരെയോ അവിടെ കണ്ടിട്ട് പോകാനായിട്ട്, അതുവഴി കോട്ടയത്ത് പോകാനായിട്ട് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലൂടെ വന്നു. ഹോസ്പിറ്റലിന്റെ വാതിൽ വെച്ച് അദ്ദേഹത്തിന് അറസ്റ്റ് അടിച്ചു. നോക്കിക്കോണേ, ഏതാണ്ട് ഈ 2024 2-3 മാസം ആയതേ ഉള്ളൂ ഈ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കാർഡിയാക്കിന്റെ ഒരു വിഭാഗം ഓപ്പൺ ചെയ്തിട്ട്. അതുവരെ അവിടെ കാർഡിയാക്ക് ഇല്ലായിരുന്നു. അദ്ദേഹത്തിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് അവർ വേണ്ട ചികിത്സയൊക്കെ കൊടുത്തു. ടേബിളെ വെച്ച് അദ്ദേഹത്തിന്റെ മെയിൻ ആർട്ടറിക്ക് എങ്ങാണ്ട് ബ്ലോക്ക് ഉണ്ട്, 3-4 ബ്ലോക്ക്. അദ്ദേഹത്തിന് പ്രഷർ ഇല്ല,
ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു മരുന്നും കഴിക്കുന്നില്ല, നല്ല ഫിറ്റായിട്ടുള്ള ബോഡി. പ്രിയപ്പെട്ടവരെ, OT ടേബിളെ വെച്ച് 5 പ്രാവശ്യം അറസ്റ്റ് അടിച്ചു. പറഞ്ഞ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചു. ആള് പോയത് പോയി തീർന്നു, എല്ലാരെയും അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അദ്ദേഹം വിടുതൽ പ്രാപിച്ചു, റെസ്റ്റ് ഒക്കെ എടുത്തു, ഇവിടെ വന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ജോയിൻ ചെയ്തു. ഇപ്പൊ അദ്ദേഹം നാട്ടില്ല. 31-ാം തീയതി അദ്ദേഹം നാട്ടിൽ പോയി വീണ്ടും ചെക്കപ്പിനായിട്ട് പോയേക്കുക. ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ അവധിക്ക് നാട്ടിൽ പോയി. ഞാൻ പറഞ്ഞത് ഇതാണ് മനുഷ്യൻ. ഒരു അവധിക്ക് നാട്ടിലേക്ക് പോയതാണ്. അദ്ദേഹത്തിന് പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. നമ്മളെ നടത്തുന്നത് ആരാ? ദൈവമാണ്. പലർക്കും പറയാനൊരു മടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ നടത്തുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവുമായിട്ടാണ് നമുക്ക് ബന്ധം വേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ബന്ധം എവിടെയാണ്? ലോകത്തിലാണോ? ലോകത്തിലാണ് നിന്റെ ബന്ധമെങ്കിൽ ലോകം നിന്നെ നിരാശപ്പെടുത്തും, ലോകം നിന്നെ വേദനിപ്പിക്കും, ലോകം നിന്നെ കരയിപ്പിക്കും, ലോകം നിന്നെ തള്ളിക്കളയും, ലോകം നിന്നെ ഒറ്റപ്പെടുത്തും. പക്ഷെ ദൈവത്തിലാണ് നിന്റെ ബന്ധമെങ്കിൽ ദൈവം നിന്നെ ചേർത്ത് നിർത്തും. ആരൊക്കെ തള്ളിയാലും തള്ളിക്കളയാത്ത ഒരുവൻ, ആരൊക്കെ കരയിപ്പിച്ചാലും കണ്ണുനീരുകളെ തുടയ്ക്കുന്ന ഒരുവൻ, ആരൊക്കെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദൈവവുമായിട്ടാണ് നമുക്ക് ബന്ധം വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു, സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, സ്നേഹം എന്നെ എന്താണ്? ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. യേശു എന്തിനു വേണ്ടി മരിച്ചു എന്ന് ഈ സത്യം, യേശു എന്തിനു വേണ്ടിയാ മരിച്ചത്? എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ഈ സത്യം മനസ്സിലാക്കിയ പൗലോസ് പറയുക, കർത്താവിന്റെ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു, സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. റോമാലേഖനം വായിക്കുമ്പോൾ 8-ാം അധ്യായം 35 മുതൽ വായിക്കുമ്പോൾ, റോമാലേഖനത്തിന്റെ 8:35 മുതൽ വായിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പൗലോസ് ചോദിക്കുക. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇടിമിന്നലോ, എന്തും വരട്ടെ, പക്ഷേ എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ ഇതിനൊന്നും കഴിയത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച ഒരു ഭക്തൻ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം നമ്മൾ അനുഭവിക്കണം. ആ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ചിലത് വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. ഈ സ്നേഹം അനുഭവിക്കുന്നവൻ ലോകം തരുന്ന സ്നേഹം ചപ്പെന്നും ചവറൊന്നും എണ്ണും. ഹല്ലേലൂയ. ഇപ്പോൾ ഈ സ്നേഹം അനുഭവിച്ച ഭക്തൻ പറയുക, പട്ടിണി വരട്ടെ, ആപത്ത് വരട്ടെ, ഇടിമിന്നൽ വരട്ടെ, വാള് വരട്ടെ, നഗ്നത ഉണ്ടാകട്ടെ, എന്തും വരട്ടെ, പക്ഷെ ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ കഴിയത്തില്ല. 37-ാം വാക്യം പറയുന്നു, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പരിപൂർണ വിജയം വരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചത് ആരാ? കർത്താവായ
യേശു ക്രിസ്തു. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു മുഖാന്തരം ഇവയിലെല്ലാം എനിക്ക് വിജയമുണ്ടാകുന്നു. ഹല്ലേലൂയ. 38-39 വാക്യം ഇങ്ങനെ പറയുന്നു. പൗലോസ് പറയുന്നു, എനിക്ക് ഉറപ്പുണ്ട്. ഇത് കുറിപ്പിന്റെ ഉറപ്പല്ല. പൗലോസ് പറയുന്നു, ഈ ഭക്തൻ പറയുകയാണ്, എന്താ പറയുന്നേ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. റോമാലേഖനം 8:37-38-39 വാക്യം നിങ്ങൾ വായിക്കണമേ. പൗലോസ് പറയുകയാണ്, എനിക്ക് ഉറപ്പുണ്ട്, ജീവനോ ദൂതന്മാർക്കോ മരണത്തിനോ അധികാരങ്ങൾക്കോ വാഴ്ചകൾക്കോ ഇക്കാലത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. Praise the Lord. Hallelujah. 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 ആഴമായി ബന്ധമുള്ള പൗലോസ് പറയുന്നു, എനിക്ക് ഉറപ്പുണ്ട്, ഒന്നിനും എന്നെ വേർപെടുത്തുവാൻ കഴിയത്തില്ല. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറിവാക്യത്തിലേക്ക് വരാം. ഏതാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11-ാം വാക്യം. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. Praise the Lord. Hallelujah. എന്താണ് അതിന് കാരണം? ക്രിസ്തുവുമായിട്ടുള്ള ആഴമായ അവളുടെ ബന്ധം. Praise the Lord. ഒരിക്കൽ അവിടെ ശരീരത്തിൽ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. Hallelujah. എന്നാൽ കർത്താവ് അവളെ അതിൽ നിന്ന് വിടുവിച്ചു. കർത്താവ് അവളെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കി. എന്നാൽ ആ സ്വതന്ത്രമാക്കിയ നിമിഷം മുതൽ അവൾക്ക് കർത്താവിനോടുള്ള ബന്ധം അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. ഇപ്പോൾ സെമിത്തേരിയിൽ നിൽക്കുകയാണ്. നമുക്ക് സൗഖ്യം തന്നിട്ടില്ലേ? നമുക്ക് വിടുതൽ തന്നിട്ടില്ലേ? നമ്മുടെ പിള്ളേരുടെ മേൽ ദൈവം അത്ഭുതം ചെയ്തിട്ടില്ലേ? നമ്മുടെ ജോലിയിൽ ദൈവം അത്ഭുതം ചെയ്തിട്ടില്ലേ? നമ്മുടെ ബിസിനസ്സിൽ അത്ഭുതം ചെയ്തിട്ടില്ലേ? നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? നമുക്ക് ഈ ബന്ധമുണ്ടോ? ഹല്ലേലൂയ. 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 അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കും. അങ്ങനെ ആകരുത്. ഹല്ലേലൂയ. 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 പൗലോസ് പറഞ്ഞത്, എന്തു വന്നാലും ഈ അപ്പന്റെ അടുത്തു നിന്ന് എന്നെ മാറ്റാൻ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറിവാക്യത്തിലേക്ക് വരാം. അവൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ഒരിക്കൽ 7 ഭൂതം ഉണ്ടായിരുന്നു. അത് അവളെ വിട്ടുപോയി. അവൾ അന്ന് മുതൽ അടുത്തടുത്ത് കർത്താവിനോട് അടുത്തു. പക്ഷെ ഈ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. കല്ലറയുടെ വാതിൽക്കൽ സെമിത്തേരിയിൽ അവൾ നിൽക്കുക. ഹല്ലേലൂയ. എത്ര സമയം അവൾ നിന്നെന്ന് എനിക്കറിയത്തില്ല, എത്ര സമയം അവൾ കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അവൾ കാണുന്നു, ദൂതനെ അവൾ കാണുന്നു. Praise the Lord. Hallelujah. ഒരു കാര്യം അവൾ കാണുകയാണ്, ദൂതനെ കാണുന്നു. 3.5 വർഷം കൂടെ നടന്നവരാണോ കണ്ടേ? അപ്പം തിന്നവരാണോ കണ്ടേ? അത്ഭുതങ്ങൾ കണ്ടവരാണോ കണ്ടേ? ദൂതനെ അവൾ കാണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ, നീ ആരാധിക്കുവാൻ തുടങ്ങിയാൽ, നിന്റെ വിഷയത്തിന്റെ മേൽ ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിന്റെ മേൽ ദൂതൻ ഇറങ്ങിയാൽ സിംഹത്തിന്റെ വായ അടയ്ക്കും. നിന്റെ വിഷയത്തിന്റെ മേൽ ദൂതൻ ഇറങ്ങിയാൽ തീയുടെ ബലം കെടും. ദൂതൻ ഇറങ്ങിയാൽ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങും. ദൂതൻ ഇറങ്ങിയാൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയാൽ കയ്യാലും കാലാലും കിടക്കുന്ന ചങ്ങല പൊട്ടി വീഴും. ഹല്ലേലൂയ. 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 ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ
പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ ഒന്ന് ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയാൽ ശത്രുവിനെ വെട്ടും. Praise the Lord. ഹല്ലേലൂയ. അശൂരിന്റെ പാളയത്തിലൂടെ ഒരു ദൂതൻ ഒരു മിന്നൽ വേഗത്തിൽ, മിന്നല് എത്ര സമയമുണ്ട് നമ്മൾ മിന്നൽ വരുന്നത്? സെക്കൻഡുകൾ. ആ മിന്നൽ പോലെ അശൂരിന്റെ പാളയത്തിലൂടെ ഒരു ദൂതൻ കടന്നുപോയതാ. ഒന്നും രണ്ടുമല്ല, 1,85,000 പേരെ വെട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്റെ ശക്തി കുറച്ചു കാടല്ലേ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ പുസ്തകം 12-ാം അധ്യായം, അപ്പോസ്തലന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നതിനാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി മരണമടഞ്ഞു. അത് ആരെ അടിച്ചേ? ഹെരോദാവ് രാജാവിനെ. ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ ദൂതൻ അവനെ അടിച്ചത്. ആ അടി അപ്പൊ എന്തോ അടിയാ? അതൊരു 1.5 അടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൂതൻ ഇറങ്ങിയാൽ ശത്രുവിനെ വെട്ടു. ഈ ശത്രുവിനെ വെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ചിലരൊക്കെ പറയും, ചിലർ ശരിയാണ്, ശത്രു നമ്മുടെ ആരാ? നമ്മുടെ ചിലർ പറയാം എന്റെ അമ്മാച്ചൻ ശത്രുവാ, എന്റെ അമ്മാവി ശത്രുവാ, അല്ലെങ്കിൽ അയൽവാസി ശത്രുവാ. ഇതൊക്കെ നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, ഈ ശത്രു എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ അമ്മാച്ചനെ പോയി ദൂതം വെട്ടുമെന്ന് അങ്ങനെ ചിന്തിക്കല്ലേ, അല്ലെങ്കിൽ അമ്മാവിയെ പോയി ദൂതം വെട്ടുമെന്ന് ചിന്തിക്കല്ലേ. നമുക്കെതിരെ പ്രതികൂലവുമായി വരുന്നവന്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. സിജോ ബ്രദർ എനിക്ക് പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ സിജോ ബ്രദറിന്റെ പിന്നിൽ ഒരു സ്പിരിറ്റാണ്. അല്ലാതെ സിജോ ബ്രദർ അല്ല എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്, വാഴ്ചകളോടും അധികാരങ്ങളോടുമാ നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. സിജോ ബ്രദറിന്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. രോഗം കൊണ്ടുവരുന്ന എന്തുവാ? അതിന്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഭയം കൊണ്ടുവരുന്ന എന്തുവാ? അതിന്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ദൂതം വെട്ടുന്നത് ആരെയാ? സിജോ ബ്രദറിന്റെ പിന്നിൽ നിൽക്കുന്ന സ്പിരിറ്റിനെയാ. ആ സ്പിരിറ്റിനെ ദൂതം വെട്ടുമ്പോൾ ഞാനും സിജോ ബ്രദറും തമ്മിൽ ഒരു ഇതുമില്ല. നാളെ ഞങ്ങൾ കൈകോർത്തും കെട്ടിപ്പിടിച്ചും നടക്കും, സ്നേഹത്തോടെ സംസാരിക്കും. പക്ഷേ അതിനു മുമ്പ് ആ അദ്ദേഹത്തിലൂടെ എന്നോട് പ്രവർത്തിച്ചത് ഒരു സ്പിരിറ്റാ. ആ സ്പിരിറ്റിനെ വെട്ടിക്കഴിയുമ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് ആവും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നാം പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുമ്പോൾ ദൂതനിറങ്ങും. ഇത് തന്നെയാ നമ്മൾ കണ്ടത്. ദാനിയേല് രാജാവുമായിട്ട് അടുത്തിരിക്കുന്ന മനുഷ്യൻ, രാജാവിന് പ്രിയമുള്ളവൻ. ദാനിയേൽ ഇരിക്കുന്ന പൊസിഷനോ ഏറ്റവും ടോപ്പിലിരിക്കുക. ആ സമയത്താണ് 30 ദിവസത്തേക്ക് രാജാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ നോക്കിക്കേ, ദാനിയേൽ എന്ത് ചെയ്തു? രാജാവുമായിട്ട് ബന്ധമുണ്ട്, നല്ല പൊസിഷനിലായിരിക്കുന്നേ. അയ്യോ, എന്റെ പൊസിഷൻ പോകുമല്ലോ, രാജാവിനോടുള്ള ബന്ധം ഇല്ലാതാകുമല്ലോ. ദാനിയേൽ അങ്ങനെയല്ല ചെയ്തേ. രാജാവിനേക്കാൾ വലിയൊരു ബന്ധം അവൻ ഉയരത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. തന്നെ രാജാവുമായിട്ട് അടുപ്പിച്ചവൻ, തനിക്ക് ഈ പൊസിഷൻ തന്നവനുമായിട്ടൊരു ബന്ധം ദാനിയേലിനുണ്ടായിരുന്നു. അതുകൊണ്ട് ദാനിയേല് കിളിവാതിൽ തുറന്ന് അതുപോലെ 3 നേരം ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു. ദാനിയേലിന് വിരോധമായി നിന്നവരെ മുഴുവൻ ദൂതം വെട്ടി, എല്ലാം സിംഹക്കൂട്ടിലിട്ടു. ഹല്ലേലൂയ. എബ്രായ ബാലന്മാരുടെ അത് പഠിക്കുമ്പോൾ നമ്മളത് കാണുന്നത് എരിയുന്ന തീയിലേക്ക് ഇട്ടു. അവിടെ നാം കാണുന്നത് നെബൂഖദ്നേസർ രാജാവ് ഭയപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. എന്താ? ഞാൻ 3 പേരെയല്ലേ ബന്ധിച്ച് തീക്കകത്തിടാൻ കൽപ്പന കൊടുത്തത്. ഇപ്പോൾ 4 പേര് കെട്ടഴിഞ്ഞ തീക്കകത്ത് നടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ദൂതൻ ഇറങ്ങിയാൽ കെട്ടുകൾ അഴിയും. ദൂതൻ ഇറങ്ങിയാൽ ശത്രുവിനെ വെട്ടും. ദൂതൻ ഇറങ്ങിയാൽ ശത്രുവിന്റെ വായടയ്ക്കും. ദൂതൻ ഇറങ്ങിയാൽ ചങ്ങലകൾ പൊട്ടും. ഇന്ന് പകൽ എത്ര പേര് ആഗ്രഹിക്കുന്നു? യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നീ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാൽ നിന്റെ സകല വിഷയത്തിന്റെ മേലും ദൂതൻ ഇറങ്ങും.
മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. എത്ര സമയം കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൂതൻ അവളോട് സംസാരിച്ചു. Praise the Lord. Hallelujah. Hallelujah. 3.5 വർഷം കൂടെ നടന്നവരോടാണോ ദൂതൻ സംസാരിച്ചേ? അപ്പം നിന്നവരോടാണോ? ആരോടുമല്ല. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? Hallelujah. 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 നിന്റെ കുടുംബത്തിൽ, അതേ പ്രിയപ്പെട്ടവരെ, ആർക്കും കിട്ടാത്തത് നിനക്ക് കിട്ടും. Hallelujah. പത്രോസിന് കിട്ടാഞ്ഞത്, യോഹന്നാന് കിട്ടാഞ്ഞത്, ശിഷ്യന്മാർക്ക് കിട്ടാഞ്ഞത്, ഈ മഗ്ദലനക്കാരി മറിയത്തിന് കിട്ടി. Hallelujah. അതെ, കുടുംബത്തിലുള്ളവർക്ക് കിട്ടാത്തത്, കൂട്ടായ്മയിലുള്ളവർക്ക് കിട്ടാത്തത്, കൂടെ ജോലി ചെയ്യുന്നവർക്ക് കിട്ടാഞ്ഞത്, നിന്റെ കൂടെ ബിസിനസ്സിന് ഇറങ്ങിയവർക്ക് കിട്ടാഞ്ഞത് നിനക്ക് കിട്ടും. Hallelujah. നമുക്ക് കിട്ടും. ആർക്ക്? ദൈവവുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നവർക്ക്, ആഴമേറിയ ബന്ധത്തിലേക്ക് കടന്നു വരുന്നവർക്ക്. Hallelujah. ദൂതൻ ഇടപെടും, ദൂതൻ സംസാരിക്കും. അതാണ് അപ്പോസ്തലന്മാരുടെ പുസ്തകം 27-ാം അധ്യായം വായിക്കുമ്പോൾ, Hallelujah, നോക്കിക്കേ, കപ്പല് തകരാറായി. കപ്പലിലെ ഭാരം കുറയ്ക്കാന് കപ്പലിലുള്ള ചരക്കുകളെല്ലാം എറിഞ്ഞു. കപ്പലിന്റെ സാധനങ്ങളും എല്ലാം അവർ വലിച്ചെറിഞ്ഞു. ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി പട്ടിണി കിടക്കുക. സൂര്യനെ കണ്ടിട്ട്, ചന്ദ്രനെ കണ്ടിട്ട്, നക്ഷത്രങ്ങളെ കണ്ടിട്ട് അവര് മാസങ്ങളായി. നോക്കിക്കേ, ഒരു രാത്രി പുലരുന്നില്ല എങ്കിൽ ഇവിടുത്തെ അവസ്ഥ എങ്ങനെ? ഒരു രാത്രി വെളുക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, ഏതാണ്ട് 1 മാസക്കാലമായിട്ട് സൂര്യനെ കാണാതെ, ചന്ദ്രനെ കാണാതെ, നക്ഷത്രങ്ങളെ കാണാതെ കടലിൽ കിടക്കുകയാ. അവിടെ നോക്കിക്കേ, പൗലോസ് എഴുന്നേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പൗലോസ് പറയുകയാ, എന്റെ ഉടയവനും ഞാൻ സ്നേഹിക്കുന്നവനുമായ എന്റെ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ കൈസരുടെ മുമ്പിൽ നിർത്തും, നിന്റെ കൂടെ ഉള്ളവർക്കെല്ലാം ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കുന്നു. നിന്റെ കൂടെ ഉള്ളവരെ എല്ലാം ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കുന്നു. കപ്പലിനല്ലാതെ ഒരു മനുഷ്യനും പ്രാണഹാനി വരുന്നില്ല. പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, ദൂതൻ സംസാരിക്കുന്ന കണ്ടോ? ദൂതൻ ഇറങ്ങുന്നത് കണ്ടോ? ചില വിഷയത്തിന്റെ മേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ക്രിസ്തുവുമായിട്ട് അടുത്തു നിൽക്കുന്ന അവനെ പ്രതിയാണ്. ഒരൊറ്റ ഭക്തനെ ഉള്ളതിനകത്ത്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരൊറ്റ ഭക്തനെ ഉള്ളൂ. അവന് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൂതനുണ്ട്. ദൈവം അയക്കുന്ന ഒരു ദൂതനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വെളിച്ചം കാണാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ, ഇരുട്ടുമൂടി കിടക്കുന്ന ചില വിഷയങ്ങൾ. ദൂതൻ ഇറങ്ങിയാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിനോടുള്ള ബന്ധത്തിൽ നീ പ്രാർത്ഥിക്ക്. ആഴമായ ബന്ധത്തിലേക്ക് വന്ന് നീ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാൽ ദൂതന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ വിഷയം എന്താ? അവൾ കരഞ്ഞു, അവൾ ദൂതനെ കാണുന്നു, ദൂതൻ അവളോട് സംസാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ പ്രശ്നം എന്താ? എന്റെ കർത്താവിനെ ആരോ എടുത്തോണ്ട് പോയി, അവനെ കാണുന്നില്ല. എന്റെ കർത്താവിനെ ആരോ എടുത്തോണ്ട് പോയി, അവനെ എവിടെ വെച്ചെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് അവിടെ വിഷയം. അവിടെ പിന്നിലേക്ക് തിരിഞ്ഞപ്പോ അവിടെ പ്രശ്നത്തിന്റെ പരിഹാരം അവിടെ നിൽക്കുവോ? നോക്കിക്കേ, 3.5 വർഷം കൂടെ നടന്നവരാണോ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടത്? അപ്പം തിന്നവരാണോ? അത്ഭുതങ്ങൾ കണ്ടവരാണോ? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടത് ആരാ? മഗ്ദലനക്കാരി മറിയം. ഹല്ലേലൂയ. അവരുടെ പ്രശ്നം എന്താ? എന്റെ കർത്താവിനെ ആരോ എടുത്തോണ്ട് പോയി, അവൻ എവിടെ വെച്ചൊന്നും അറിയത്തില്ല. ഇതാ അവിടെ പ്രശ്നത്തിന്റെ പരിഹാരം അവിടെ അടുത്ത് നിൽക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാൽ ദൂതൻ ഇറങ്ങി, ദൂതൻ സംസാരിക്കും, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും.
Praise the Lord. Hallelujah. 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 ഭൂതൻ സംസാരിക്കും, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അപ്പോസ്തലന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനം വായിക്കുമ്പോൾ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനു വേണ്ടി കാത്തിരിക്കുകയും. നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് പെന്തക്കോസ്തി ആഘോഷിച്ചു. ആ പെരുന്നാൾ നമ്മൾ കൊണ്ടാടി. പ്രിയപ്പെട്ടവരെ, എന്താ ഇതിന്റെ അർത്ഥം? ജെറുസലേമിൽ ഇറക്കിയ തീയ് നസ്രത്തിൽ ഇറക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? കാനായിൽ ഇറക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? ഗലീലായിൽ ഇറക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? കഫർനഹൂമിൽ ഇറക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? എമ്മൗസിൽ ഇറക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? ജെറുസലേമിൽ ഇറക്കിയ തീ ഇവിടെ എല്ലാം ഇറക്കാൻ ദൈവത്തിന് കഴിയും. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ലേ? കേരളത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ലേ? പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? എന്റെ ക്രൂശ് വിട്ട് നിങ്ങൾ പോകരുത്. അതായത് നിങ്ങൾ എന്നോടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുത്. നിങ്ങൾ എന്നോടുള്ള ബന്ധത്തിൽ നിങ്ങൾ യെരൂശലേമിൽ കൂടണം. കർത്താവിനോടുള്ള ബന്ധം വിട്ടുപോകരുത്. ഇതാ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ജെറുസലേമിൽ ഇറക്കിയ തീയ് നസ്രത്തിൽ ഇറക്കുവാൻ, കാനായിൽ ഇറക്കുവാൻ, കഫർനഹൂമിൽ ഇറക്കുവാൻ, എമ്മൗസിൽ ഇറക്കുവാൻ ദൈവത്തിന് കഴിയും. കർത്താവ് പറഞ്ഞത്, എന്നോടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുത്, നിങ്ങൾ ചേർന്നിരിക്കണം. Praise the Lord. Hallelujah. ഈ ഫാൻ ഇവിടെ കറങ്ങുന്നു, അവിടെ സ്വിച്ച് ഓഫ് ആക്കിയാൽ ഈ ഫാൻ ഓഫ് ആകും. കാരണം എന്താ? അതിലേക്കുള്ള വൈദ്യുതി പ്രവഹിക്കുന്നത് കട്ടാവും, വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയാ. അപ്പോൾ ഈ ഫാൻ ഓഫ് ആകും, ഇതിന്റെ ഫാൻ കറക്കം നിൽക്കും. എന്നാൽ ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അവിടെ കോണ്ടാക്ട് ആവുകയും അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഫാൻ കറങ്ങാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, കർത്താവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോൾ കൃപ ഒഴുകുന്നതിന് തടസ്സമുണ്ടാവും. Praise the Lord. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇതാ കൃപ ഒഴുകിക്കൊണ്ടേയിരിക്കും. ദൂതൻ ഇറങ്ങും, നമ്മുടെ വിഷയത്തിന്മേലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടും. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് വിഷയം എടുത്താലും, ഞാൻ നേരത്തെ പറഞ്ഞു, അബ്രഹാം മോറിയാമയിലേക്ക് പോയത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. Hallelujah. Hallelujah. ആഴമായ ബന്ധത്തിലാ അബ്രഹാം പോയത്. അബ്രഹാം ഒറ്റയ്ക്കാണോ തിരിച്ചു വന്നത്? തന്റെ മകനെയും കൊണ്ടാ തിരിച്ചു വന്നത്. യാഗപീഠത്തിൽ കിടക്കുന്ന ഇസഹാക്കിനെ തൊടാൻ ദൈവം സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. സിംഹക്കൂട്ടിൽ കിടക്കുന്ന ദാനിയേലിനെ തൊടാൻ ദൈവം സമ്മതിക്കുന്നു. തീച്ചൂളക്കകത്തേക്ക് എറിയപ്പെട്ട എബ്രായ ബാലന്മാരുടെ ദേഹത്ത് ഒരു തീയുടെ മണം പോലും അടിക്കാൻ ദൈവം സമ്മതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 30 ദിവസത്തിലധികമായി കപ്പല് പകുതി നശിച്ച് കടലിൽ കിടന്ന് ഉയരത്തിൽ കിടന്ന് തപ്പുന്ന പൗലോസ് മരിക്കാൻ ദൈവം സമ്മതിക്കുന്നു. ഹല്ലേലൂയ. 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 എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന നീയും നിന്റെ കുടുംബവും തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയെ നമ്മൾ മുറുകെ പിടിക്കുക. കൂട്ടായ്മയെ നമ്മൾ മുറുകെയായിരിക്കുക. നമ്മൾ അതിലേക്ക് ആ കൂട്ടായ്മയിലൂടെ നമ്മുടെ ദൈവവുമായിട്ട് ആ ആഴമായ ബന്ധം നമ്മൾ സ്ഥാപിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും പ്രസംഗിച്ചോട്ടെ, പ്രസംഗിക്കുന്നവരുടെ വലിപ്പമല്ല, ദൈവവചനത്തിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുക. ഹല്ലേലൂയ. 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 ദൈവവചനത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചേർന്ന് ചെയ്യും.
ഹല്ലേലൂയ. അവിടെ നമ്മൾ പ്രാപിച്ചിട്ടേ കടന്നു പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. നമ്മുടെ ബാഹ്യ കണ്ണുകൾ അടച്ചു. എല്ലാവരും ബാഹ്യ കണ്ണുകൾ അടച്ചു. ഒരിക്കൽ കൂടെ കർത്താവേ, ഞാൻ പ്രാപിച്ചിട്ടേ പോകത്തു. എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഇവിടെ നിന്ന് പറഞ്ഞയക്കല്ലേ. ദൈവത്തിന് ഒരു നിമിഷം മതി. കർത്താവേ, നീനോട് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. കർത്താവേ, ആ ബന്ധം കർത്താവേ എനിക്ക് കൂടുതൽ ആഴമുള്ള ബന്ധമാക്കി തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനായിട്ട് കൊതിക്കുന്നു. ഞാൻ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അതിനായിട്ടൊരു യാഗപീഠം പണിയുന്നു. അബ്രഹാം യാഗപീഠം പണിത് യാഗമൃഗമായ തന്റെ ഓമന പുത്രനെ കടത്തിയതുപോലെ, കൈയും കാലും ബന്ധിച്ച് കടത്തിയതുപോലെ, കർത്താവേ, ഞാനിതാ എന്നെ തന്നെ നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എനിക്കൊന്നറിയാം, ഇസ്ഹാക്കിനെ തൊടാൻ ദൈവം അനുവദിക്കും. എന്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്, പല ദുഃഖങ്ങളുണ്ട്. കർത്താവേ, പല അസ്വസ്ഥതകൾ എനിക്കുണ്ട്, പല രോഗങ്ങൾ എനിക്കുണ്ട്, പല മരുന്നുകൾ ഞാൻ കഴിക്കുന്നു. പക്ഷെ ഞാനിപ്പോൾ അതിലേക്കൊന്നുമല്ല, എന്റെ കർത്താവിന്റെ പൊൻമുഖത്തേക്ക് നോക്കും. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല വേദനകളെക്കാൾ, ദുഃഖ ദുരിതങ്ങളെക്കാൾ അവയെല്ലാം മാറ്റിത്തരുവാൻ കഴിവുള്ള എന്റെ അപ്പന്റെ പൊൻമുഖത്തേക്ക് ഞാൻ നോക്കും. ഞാൻ എന്റെ രോഗത്തെ അല്ല വലുതായിട്ട് കാണുന്നത്. ഞാൻ എന്റെ പ്രശ്നത്തെ അല്ല വലുതായിട്ട് കാണുന്നത്. എന്റെ മുമ്പിലുള്ള അഗ്നികുണ്ഡത്തെ അല്ല ഞാൻ വലുതായി കാണുന്നത്. എന്റെ മുമ്പിലുള്ള സിംഹക്കൂടിനെ അല്ല ഞാൻ വലുതായി കാണുന്നത്. ഞാൻ എന്റെ കർത്താവിനെ ഞാൻ കാണുന്നു. ഞാൻ എന്റെ ദൈവത്തിന് ഞാൻ ഒന്നാം സ്ഥാനത്ത്. കർത്താവിന് സകലതും മാറ്റുവാൻ കഴിയുമല്ലോ. എബ്രായരുടെ പാളയത്തിൽ ഭൂമി കുലുങ്ങത്തക്കവണ്ണം ഒരു ദൈവത്തിന് ആർപ്പിട്ടതുപോലെ ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ദൂതൻ ഇറങ്ങട്ടെ, ദൂതൻ സംസാരിക്കട്ടെ, സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയെ ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ കൂടി വരുന്ന എല്ലാവരെയും, കടന്നു വരാത്തവരെയൊക്കെ നമുക്ക് ഓർക്കാം. കർത്താവേ, അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ എവിടെ ആയിരുന്നാലും അവിടുത്തെ ശക്തി അവിടെ മേൽ പകരണമേ. ഓരോ ദിവസവും ഈ കൂട്ടായ്മ ശക്തിപ്പെടുന്നതിന് വേണ്ടി ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെ സമർപ്പിച്ച് നമുക്ക് അതുപോലെ ഈ ഭവനത്തെ, ഇന്ന് മീറ്റിങ്ങിനായി തുറന്നു തന്ന ഈ ഭവനത്തെ നമുക്ക് ദൈവകരത്തിൽ ഏൽപ്പിച്ച് റോയ്ബ്രദനായ കുടുംബത്തിനായ കുഞ്ഞുങ്ങൾക്കായി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ അനേക ഭവനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടേണ്ടതിന് ആമേ, ആ കുടുംബങ്ങളെല്ലാം ഓബേദേദോമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഇനി കരങ്ങൾ ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക ഭവനങ്ങളുടെ വാക്കുകൾ നമുക്കെല്ലാവർക്കും സ്വജീവിതത്തെയും കുടുംബത്തെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്വജീവിതത്തിന്റെ ശുശ്രൂഷ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ
ഇനിയും അനേകം ശുശ്രൂഷകൾ ഷോജി ബ്രദർ ചെയ്യുന്നതിനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് അനേകം മക്കൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴി സ്വന്തം ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കുവാനുള്ള കൃപയും നിത്യതയിലേക്കുള്ള വഴിയും അവിടുന്ന് ഒരുക്കി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തെ അയച്ചു തരണമേ, അവളോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. കർത്താവേ, വചനത്തിന്റെ അത്ഭുത ശക്തി അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിച്ച അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടി ആയിരിക്കും, വിപത്തുകളിൽ നിന്ന് കാട്ടുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ട് കർത്താവിൻ വചനത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. പ്രകാരം എനിക്ക് മുമ്പേ പോയി മലകളെ നിന്നെ കാക്കുകയും ഇച്ചിരവാതിലുകൾ തകർക്കുകയും ഇരുപോടകൾ ഒടുക്കുകയും ചെയ്യുന്നതിനാണ് ഭൗതികമായ തടസ്സങ്ങളെയും എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അങ്ങയുടെ ചിറങ്കീഴിലായിരിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥനായ സന്തോണിസ് പുണ്യാളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ വിൻസെന്റ് പോൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ മദർ തെരേസ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സെബ്രുസ്വാമി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇസൽപോൻ സ്വാമി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. മറിയം ത്രേസി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ ചൗറ കുര്യാക്കോസ് സച്ചിനെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരെയും പ്രാർത്ഥന സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരുടെ മേലും അവരുടെ അങ്ങയുടെ കരുണ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യേശു പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കൊണ്ട് നമുക്ക് എല്ലാ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം രാജ്യം ശക്തി മാത്രം ഞങ്ങളുടേതാക്കുന്നു. മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലുടനീളം എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന മാതാവിനെ ബഹുമാനിച്ച് സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ നന്മയ്ക്കപ്പെട്ടവളാണ്. വിശ്വാസി വിജയിക്കപ്പെട്ടവളാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന്റെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നിത്യസഹായമതേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിൻ മക്കൾ